നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് നമ്മൾ തീരെഴുതിയ ചില സംഗതികൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് ചെറിയൊരു ജോലിയുള്ളൂ, എനിക്കൊരു വീട് വെക്കാനുള്ള ഒരു വകുപ്പുമില്ല, വീട് വെക്കുക എന്നുള്ളത് എന്റെ സ്വപ്നം മാത്രമാണ്, നടക്കൂല. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു ധനികനായ മനുഷ്യൻ എന്ന് പറയുകയാണെന്ത്, നിങ്ങൾക്ക് എന്റെ വക ഒരു വീട് നൽകാം, എന്റെ വക ഞാനൊരു വീട് വെച്ച് തരാം, നിങ്ങൾ ഒന്നും ചെലവാക്കണ്ട, നമുക്ക് സന്തോഷം ഉണ്ടാവില്ലയോ? എന്നാൽ ഇതുപോലൊരു അത്ഭുതം ജീവിതത്തിൽ കാണണമെങ്കിൽ ഈ ഒരൊറ്റ ഇസ്മ പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നൽകുമാറാകട്ടെ. ഖൈറായ അത്ഭുതങ്ങൾ ഏറെ ലഭിക്കാൻ ഈ ഒരു ഇസ്മ നിരന്തരം ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. ഏതാണ് ആ ഇസ്മ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എടുത്തു ചാടി പ്രവർത്തിക്കുന്ന, ദേഷ്യം പിടിക്കുന്ന, അത് ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, നമ്മുടെ ജോലി ചെയ്യുന്നിടത്ത യജമാനാകട്ടെ മുതലാളിയാകട്ടെ ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ സ്വഭാവത്തിന് ഒരു എളിമ കൊണ്ടുവരാൻ, അവരുടെ സ്വഭാവത്തിന് ഒരു സഹനത കൊണ്ടുവരാൻ, അവർക്ക് നമ്മളോടൊരു മഹബത്ത് ഉണ്ടാകാൻ ഈ ഒരു ഇസ്മ എഴുതി ഒന്ന് അവർക്ക് കൊടുത്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ചെറിയ ഇസ്മ കൊണ്ട് അവരുടെ സ്വഭാവം നന്നാകും, നമ്മളുടെയും സ്വഭാവം നന്നാകും, പരസ്പരം സ്നേഹബന്ധത്തിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ജഗന്നിയന്തമായ റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ നബിതങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ ഇതൊക്കെ തീർന്നു കിട്ടാനും, ആഗ്രഹങ്ങളൊക്കെ പൂവണിഞ്ഞു കിട്ടാനും, മുറാദുകളൊക്കെ ഹാസിലായി കിട്ടാനും പല മാർഗങ്ങളും തേടുകയും അത് ജീവിതത്തിൽ പതിവാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും, പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മൾ ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകളുണ്ട്, രോഗം കൊണ്ട് ഇടങ്ങേറായി കഴിയുന്ന ആളുകൾ, അത് വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇനി അത് മാറൂല എന്ന് ഡോക്ടർമാർ എന്ത് ചെയ്ത അടിവരയിട്ട് പറഞ്ഞു കൊടുത്ത, ഇത് ഉറപ്പായി പറഞ്ഞു കൊടുത്ത, ഇനി ഒരിക്കലും മാറൂല എന്ന് പറഞ്ഞ രോഗം വരെയുള്ള ആളുകൾ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്ന ആളുകൾ, ശരീരത്തിന്റെ പ്രശ്നം കാരണം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടുകൾ വരിക, ഇടയ്ക്കിടയ്ക്ക് രോഗികളാവുക. അത് ചിലപ്പോൾ മക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിനായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കായിരിക്കാം, നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് തന്നെ ആകണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കൂടെ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരിക. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇല്ലേ, ഒരുപാട് കടബാധ്യത ബാധിച്ചിട്ട് ഇടങ്ങേറായി കഴിയുന്ന ആളുകൾ, അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഇനി ചില ആളുകൾക്ക് ഇതൊന്നുമല്ല വിഷമം. ചില ആളുകൾക്ക് വിഷമം എന്താ, ഇപ്പം ചൂട് കൂടുന്ന സമയത്ത് അല്ലെ മഴ തുടങ്ങുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, ഇപ്പൊ നവംബർ മാസമൊക്കെയാണ്, ഇഴജന്തുക്കളുടെ ശല്യം കൊണ്ട് എന്ത് ചെയ്യും, ഇടങ്ങേറാകുന്ന ആളുകളുണ്ട്. ഇഴജന്തുക്കളുടെ ശല്യം കാരണം വീടിന്റെ പല ഭാഗങ്ങളിൽ പാമ്പുകളെ കാണുന്നു, അത് ഇഴജന്തുക്കളെ കാണുന്നു, അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഇല്ല. അതൊരു ഇടങ്ങേറ് തന്നെയാണ്. കാരണം നമ്മൾ സ്വസ്ഥമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ വിഷസർപ്പം, വിഷപ്പാമ്പ് കിടക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു ബേജാറായിരിക്കും, പേടിയായിരിക്കും. നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പേടിയായിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ നമ്മൾ പേടിക്കുന്ന, നമ്മൾ വെറുക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത സംഗതികളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുന്ന ആളുകളാണ്. ഞാൻ പരിശുദ്ധ അസ്മാഉൽ ഹുസ്നയുടെ ഒറ്റ ഇസ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ വീഡിയോയിൽ അത് മാത്രമാണ് പറയുന്നത്. ഒരൊറ്റ ഇസ്മ. ഈ ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ പേടിപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ വെറുക്കുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ, പരിഹാരം കിട്ടാൻ ഈ ഒരു ഒറ്റ ഇസ്മ പതിവാക്കിയാൽ മതി. അസ്മാഉൽ ഹുസ്ന മുഴുവനായി ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടുന്നുണ്ട് എങ്കിൽ, എല്ലാ ദിവസവും ചൊല്ലാൻ പതിവാക്കാൻ അവസരം കിട്ടുന്നുണ്ട് എങ്കിൽ അത് വലിയ നേട്ടമാണ്. അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ അത് തന്നെ മതി. അസ്മാഉൽ ഹുസ്ന മൊത്തത്തിൽ മുഴുവനായി ഒരാൾക്ക് കാണാതെ പഠിക്കാൻ, അത് ചൊല്ലാൻ, ജീവിതത്തിൽ പതിവാക്കാനും ഒക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ വേറൊരു അമലിന്റെ ആവശ്യമില്ല. കാരണം അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചൊല്ലിയിരുന്നാൽ മതിയോ, നിസ്കരിക്കണ്ടേ, നോമ്പനുഷ്ഠിക്കണ്ടേ? അസ്മാഉൽ ഹുസ്ന കൃത്യമായി ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് നിസ്കാരം അള്ളാഹു മുടക്കാം, അയാൾക്ക് എങ്ങനെയാണ് നോമ്പ് മുടക്കാൻ കഴിയുക? അതായത് അള്ളാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കി അത് ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യുന്ന ആള് നിസ്കാരം ഒഴിവാക്കൂല, നോമ്പ് ഒഴിവാക്കൂല, മറ്റ് സൽക്കർമ്മങ്ങളൊന്നും ഒഴിവാക്കൂല. അതോടൊപ്പം തന്നെ ഇതും നിലനിർത്താനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്ന മുഴുവനായി എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ, കാണാതെ പഠിക്കാൻ കഴിയണില്ല, മുഴുവനായി എല്ലാ ദിവസവും ചൊല്ലാൻ സമയം കിട്ടുന്നില്ല, എന്നാൽ അസ്മാഉൽ ഹുസ്നയിലെ ചില പ്രത്യേക ഇസ്മുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചൊല്ലുക. ഇസ്മുകൾ പ്രത്യേകമായി ചൊല്ലുന്നതിന്റെ ഗുണം, ആ ഇസ്മ പിന്നെ നമ്മൾ എപ്പോ ചൊല്ലിയിട്ട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടും.
നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അങ്ങനത്തെ നേട്ടമുണ്ട്. ഇപ്പൊ സ്ഥിരമായി ളുഹാ നിസ്കരിക്കുന്ന ഒരാളാണ്. സ്ഥിരമായി ളുഹാ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ആവശ്യം നേരിട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ തേടാൻ അയാൾക്ക് ഏറ്റവും നല്ല സമയം ളുഹായുടെ സമയം. ളുഹാ നിസ്കരിക്കുക, അള്ളാഹുവെ ഞാൻ നിസ്കരിച്ച നിസ്കാരം നീ സ്വീകരിക്കണേ, അല്ല എന്റെ ഇന്നാലിന്റെ ആവശ്യം നീ പൂർത്തീകരിച്ചു നൽകണേ. ആ ദുആഇന് ഇജാബത്ത് ഉണ്ടാവുന്ന നിത്യമായി ചെയ്യുന്ന ഇബാദത്തുണ്ടല്ലോ, എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് തട്ടിക്കളയൂല എന്നാണ്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന അമലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്ന ചില ഇസ്മുകൾ നമ്മൾ സ്ഥിരമായി പതിവാക്കുന്നവരാണെങ്കിൽ, നമുക്കിപ്പോ ഒരു ആവശ്യം വന്നു, നമുക്കിപ്പോ ഒരു കടബാധ്യത വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, എന്തെങ്കിലും സങ്കടം വന്നു, അത് പരിഹരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഇസ്മ അങ്ങോട്ട് പറയുക, അള്ളാഹുവിനോട് പറയാം, റബ്ബേ എന്റെ ഇന്നാലിന്റെ പ്രശ്നം നീ പരിഹരിച്ചു നൽകണം. ഞൊടിയിടയിൽ നമ്മുടെ ആ വിഷയം പരിഹരിച്ചു കിട്ടും. കാരണം എന്തേ, അത് ആ ദായിമാക്കി നിത്യമാക്കി ചെയ്യുന്ന അമലിന്റെ കൂടെ പ്രതിഫലമാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് ഞാനൊരു ഇസ്മ പറയും. ആ ഇസ്മ കൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ രോഗങ്ങൾ ശിഫയാകുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ബാധിച്ചിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, ഷൈത്താനിയായ, ജിന്നിയായ, ഇൻസിയായ എന്തു ആയിക്കൊള്ളട്ടെ, ഇടങ്ങേറുകൾ മാറിക്കിട്ടുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഷിഫാ ലഭിക്കുക, രോഗം ഷിഫാ ലഭിക്കുക, എങ്ങനെയാണ് അമിതമായ കോപം, മുൻകോപത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക. അതുപോലെ ഇനി ആർക്കെങ്കിലും പ്രത്യേകമായ ജീവിതത്തിൽ വലിയ അത്ഭുതം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു അത്ഭുതം തന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം, അത് തനിക്ക് ഹൈറായ ഒരു അത്ഭുതം കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഈ ഒരു ഇസ്മു മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരിക. ഇനിയോ പിടിമൃഗങ്ങളുടെ ശല്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ ശല്യമുള്ള ആളുകൾ, ചിലപ്പോൾ കാട് മേഖലകളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ പുലിയെ പേടിക്കേണ്ടി വരും. കാരണം നാട്ടിലേക്ക് ഇപ്പോൾ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഖിയാമത്ത് നാളിന്റെ അടയാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ പരിശുദ്ധ ഖുർആനും ഒക്കെ എടുത്തു പറഞ്ഞതാണെന്ത്, വന്യമൃഗങ്ങൾ, കാട്ടുജീവികൾ എന്ത് ചെയ്യുക, നാട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. എന്ത് ചെയ്യുക, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട്, ഖിയാമത്ത് അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. പിടിമൃഗങ്ങൾ അതുപോലെ തന്നെ വിഷജന്തുക്കളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ വീടുകളിലേക്കോ പരിസരങ്ങളിലേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കയറി വരിക എന്നുള്ളത് നമ്മൾ പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമുക്ക് പേടിയും വിഷമവും ഒക്കെ ഉള്ള സംഗതിയാണ്. അപ്പൊ അത് പരിഹരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ചിലർ വിചാരിക്കും എല്ലാവർക്കും ആ ബുദ്ധിമുട്ടില്ലല്ലോ. ഉള്ളവർക്കാണ് ഈ പറയുന്നത്, ഉള്ളവർക്കല്ലേ എന്റെ ബേജാററിയുള്ളൂ. പുലി കറങ്ങി നടക്കുന്നുണ്ട് നമ്മുടെ പരിസരത്തിലൂടെ എന്ന് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും? പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും വീട്ടിൽ നിന്ന്? അവിടെ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീടിന്റെ പുറത്തുണ്ട് എങ്കിൽ അയാളുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് ബേജാറായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവ് പുറത്തേക്ക് പോയേക്കുന്നു, നമ്മൾ പെട്ടെന്നൊരു വാർത്ത കേൾക്കുകയാണ് നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഈ ഭർത്താവ് തിരിച്ച് വീട്ടിൽ കയറുന്നത് വരെ സമാധാനം ഉണ്ടാവും. മക്കൾ കളിക്കാൻ പോയി, നമ്മളൊരു വാർത്ത കേട്ടു നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്ന്. എന്നാൽ അല്ലെങ്കിൽ ഇനി പോട്ടെ, പേപ്പട്ടി ശല്യം ഉണ്ട് എന്ന് കേട്ടു, നാട്ടിൽ പേപ്പട്ടികളുടെ ശല്യം ഉണ്ട് എന്ന് കേട്ടു, നമുക്ക് ബേജാറായിരിക്കൂലേ വീട്ടിലേക്ക് ആ മക്കളും ഭർത്താവും ഒക്കെ തിരിച്ചു കയറി വരുന്നത് വരെ? ഇതെല്ലായിടത്തും ഉണ്ട്. അപ്പൊ പേടിക്കുക എന്നുള്ളത് എന്താ, ഈ ജന്തുക്കളുടെ ഉപദ്രവത്തിൽ പെട്ടുപോകുമോ എന്ന് പേടിക്കാതിരിക്കുന്ന ഒരാളും ഇല്ല. എല്ലാവർക്കും പേടിയുണ്ടാവും, എത്ര ധീരനാണെന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് രക്ഷ നേടാൻ, കാവല് കിട്ടാൻ, അതൊക്കെ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും യജമാനായ റബ്ബിന് അതൊന്നും ഒരു വിഷയമല്ല. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു അജ്മഈൻ, അതുപോലെ താബിഈങ്ങളൊക്കെ കാടുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വലിയ പിടിമൃഗങ്ങൾ മുന്നിൽ വന്ന് വിടും. സിംഹവും കരടിയും കടുവയും പോലത്തെ വലിയ ജീവികളൊക്കെ എന്ത് ചെയ്യും, മുന്നിൽ വന്ന് വിട്ടു കഴിഞ്ഞാൽ അവരോട് മാറി നിൽക്കാൻ പറയലാണ്. എന്താ പറയാ, അന ഖാദിമു റസൂലില്ല, ഞങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ ഖാദിമികളാണ്, മാറിക്കാൻ പറയും. അത് നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോവും, ഒന്നും ചെയ്യൂല. കാരണം എന്തേ, അള്ളാനെ പേടിയുള്ള സാധനങ്ങളാണ് ഈ ജീവികൾ. നമുക്കേ അള്ളാനെ പേടിയില്ലാത്തതുള്ളൂ. ജീവജാലങ്ങൾക്കൊക്കെ അള്ളാനെ പേടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ തീർക്കാൻ യജമാനായ റബ്ബിന് ഒരു പ്രയാസവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ഷൻ തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ മുൻകരുതൽ എടുക്കുക, നമുക്ക് ചെയ്യേണ്ടത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി കളഞ്ഞുപോയ എന്തെങ്കിലും വസ്തു തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും ഈ ഇസ്മു മാർഗമാണ്. കളഞ്ഞുപോയി എന്തെങ്കിലും ഒരു കാര്യം, സ്വർണം കളഞ്ഞുപോയി, അല്ലെങ്കിൽ പേഴ്സ് കളഞ്ഞുപോയി, അത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നല്ലൊരു സംഖ്യയാണ്, തിരിച്ചു കിട്ടിയാൽ വലിയ ഉപകാരമുള്ളതാണ്. നമുക്കതിന് പല മാർഗങ്ങളും തേടി, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ടാവും, ഒരു പരിഹാരം കിട്ടിയിട്ടുണ്ടാവില്ല. തേടേണ്ട നടന്ന വഴികളിലൂടെ ഒക്കെ പോയി നോക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടതും തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ട എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനും ഈ ഒരു ഇസ്മ കാരണമായി തീരും. അത് ചൊല്ലേണ്ട രൂപത്തിൽ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ്. ഇനി അത് ഏതാണ് ആ ഇസ്മ, എത്ര എണ്ണം വീതം ചൊല്ലണം എന്നൂടെ പറഞ്ഞാൽ നിർത്തും. ഇസ്മ അൽ ഹലീം, അതാണ് ഇസ്മ. അള്ളാഹുവിന്റെ ഹലീം എന്ന നാമം, അൽ ഹലീം. യാ ഹലീമു യാ അല്ലാഹ്. എങ്ങനെ ചൊല്ലേണ്ടത്? യാ ഹലീമു യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ കൊണ്ട്
എങ്ങനെയാണ് രോഗശമനം കിട്ടുന്നത് നോക്കാം. ആരെങ്കിലും ഒരാൾ ഈ യാ ഹലീമു എന്ന ഇസ്മ 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തതിനു ശേഷം യാ ഹലീമു എന്ന ഇസ്മ 11 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ, രോഗിയായ ആളാണെങ്കിൽ അയാൾ സ്വയമായിട്ട് ഓതാൻ പറ്റുമെങ്കിൽ ഓതുക. ഇനി അതല്ല എങ്കിൽ നമ്മുടെ മക്കളാണ് രോഗി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, ആരാണോ അവർക്ക് അങ്ങോട്ട് ഓതി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓതിയിട്ട് തല മുതൽ കാല് വരെ ഇഷ്ഫി എന്ന് മന്ത്രിക്കാം. തല മുതൽ കാല് വരെ ഇഷ്ഫി എന്ന് മന്ത്രിക്കാം. എന്താ ചെയ്യേണ്ടത്? ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഒന്ന് പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്തതിനു ശേഷം യാ ഹലീമു യാ അല്ലാഹ് എന്ന് 11 തവണ ഓതി എന്ത് ചെയ്യുക? തല മുതൽ കാല് വരെ ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ആ മന്ത്രിക്കൽ കൊണ്ട് എന്താവും? ആ വ്യക്തിയുടെ രോഗത്തിന് പെട്ടെന്ന് ശമനം കിട്ടാൻ കാരണമായി തീരും. ഒരു വട്ടം മന്ത്രിച്ചു, ഷിഫ കിട്ടിയില്ല എന്നും പറഞ്ഞ് നിർത്തലല്ല, മറിച്ച് മുടങ്ങാതെ. ഇപ്പൊ നിത്യരോഗികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമം അവർക്കറിയാം. എല്ലാ ദിവസവും സുഖമില്ലായ്മ മാറൂല എന്ന് ഡോക്ടർമാർ എഴുതി കൊടുത്ത കേസുകളൊക്കെ ഇല്ലേ, ഒരിക്കലും മാറും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്ന അസുഖം. അപ്പൊ അങ്ങനെയൊക്കെ വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താകുക? അതാണ് ബേജാറുള്ള വിഷയം. വല്ലപ്പോഴും ഒരു പനി വന്നു, അല്ലെ വല്ലപ്പോഴും ഒരു തലവേദന വന്നു, വല്ലപ്പോഴും ഒരു ചെറിയ ബുദ്ധിമുട്ടോ വേദന വന്നു, അതിനല്ല. മറിച്ച് എന്ത് ചെയ്യാ? നിത്യമായി എപ്പോഴും അസുഖമാണ്, എപ്പോഴും പ്രശ്നമാണ്. ഇനി വല്ലപ്പോഴും വന്ന രോഗത്തിനും ഇത് ശിഫായാണ് കേട്ടോ, മരുന്നാണ്. എന്ത് ചെയ്യാ? ഇഖ്ലാസ് സൂറത്ത് ഓതുക 11 തവണ യാ ഹലീമു യാ അല്ലാഹ് എന്ന് ഓതി തല മുതൽ കാല് വരെ മന്ത്രിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ജീവിതത്തിൽ വലിയ അത്ഭുതം കാണാൻ ആഗ്രഹമുള്ളവരാണ്. നമുക്ക് ഖൈറായത് ലഭിച്ചുകൊണ്ട് വലിയ അത്ഭുതം കാണാൻ അതിനെന്താ ചെയ്യേണ്ടത്? ഇതേ ദിക്ർ യാ ഹലീമു എന്ന ദിക്ർ ദിവസവും എന്ത് ചെയ്യാ? 528 തവണ 528 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ 90 ദിവസം അടുപ്പിച്ച് മുടങ്ങാതെ ചൊല്ലുകയാണെങ്കിൽ, ഇടയ്ക്ക് ഇടവൊന്നും വരാതെ, ഇടയ്ക്ക് മുറിഞ്ഞു പോകാതെ 528 തവണ വീതം 90 ദിവസം അടുപ്പിച്ചൊരാൾ ചൊല്ലുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഈ ദിവസങ്ങൾക്കുള്ളിൽ അവന് കാണാൻ കഴിയുന്ന ഖൈറായത് കേട്ടോ, ഷെറല്ല, ഖൈറായ വലിയ അത്ഭുതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതെന്തായിരിക്കും? അയാളുടെ ഖൽബിൽ ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു ഖൈറായ വിഷയം അള്ളാഹു പെട്ടെന്ന് നടത്തി കൊടുക്കും. ഒരിക്കലും നടക്കുകയില്ല, ഒരിക്കലും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച ചില സംഗതികൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഗതികൾ അത് ഏതാണോ അയാൾക്ക് ഖൈറായത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നടപ്പാക്കി കൊടുക്കും ഈ 90 ദിവസത്തിനുള്ളിൽ എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുക. എന്ത് ചെയ്താൽ മതി? 528 തവണ യാ ഹലീമു എന്ന നാമം 90 ദിവസം മുടങ്ങാതെ ചൊല്ലിയാൽ മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം കാണാനൊക്കെ ആഗ്രഹമുള്ളവരല്ലേ? ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങൾ ഉണ്ടാവും, നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിഷയങ്ങൾ. ചിലപ്പോൾ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, അല്ലെ? ഒരു വീട് കിട്ടുക അത്ഭുതം. നമുക്കൊരു വീട് ചിലപ്പോൾ സ്വപ്നം കാണാൻ കഴിയില്ല, നമ്മുടെ ജോലി കാരണം. നമ്മുടെ ജോലി ശമ്പളം ചെറുതാണ്, കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സാമ്പത്തികമായ വരുമാനങ്ങളൊന്നുമില്ല, സാമ്പത്തികമായ വഴികളൊന്നുമില്ല. അങ്ങനെ വീടൊരു സ്വപ്നമായി കണ്ടിരുന്ന ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ ആൾ ഒരു ധനികനായ മനുഷ്യൻ പറയാണ്, നിങ്ങൾക്ക് എന്റെ വക ഒരു വീട് ഞാൻ എന്ത് ചെയ്യും വെച്ചു തരും എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാവില്ല. അയാളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമല്ലേ അത്? ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ഒരു മേഖലയിൽ, ഒരു പ്രതീക്ഷയില്ലാതിരുന്ന ഒരു സമയത്ത് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഏറ്റവും ഹൈറായ ഒരു ആഗ്രഹമാണ് എന്ത്? വീട് കിട്ടുക എന്നുള്ളത്. അതെന്ത് ചെയ്യുക? അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്ന് ലഭിക്കുക, ഒരു മുടക്കവും ഇല്ലാതെ. അത്ഭുതമല്ലേ? ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വർഷങ്ങളായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, എനിക്കറിയാം. 2-3 വർഷമായിട്ട് ഗൾഫിൽ അവരുദ്ദേശിക്കുന്ന ജോലി കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. വിസിറ്റിംഗ് വിസയിൽ ഇപ്പോഴും കഴിയുന്ന ആളുകൾ, കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വിസ പുതുക്കി എന്ത് ചെയ്യാം ഇപ്പോഴും നിൽക്കുന്ന ആളുകളുണ്ട്. എന്താ കാരണം? അവരുദ്ദേശിച്ച ജോലി, അവർ പഠിച്ചു പോയ ജോലി കിട്ടണില്ല. പല ഇന്റർവ്യൂ നോക്കിയിട്ട് ഒന്നും പാസ്സായി കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാം? നല്ലൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് പറയാം, നിങ്ങൾക്ക് ഇന്നാലിനടുത്ത് ജോലിയുണ്ട്, നിങ്ങളുടെ ഇന്റർവ്യൂ പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് അറ്റൻഡ് ചെയ്തൊരു ഇന്റർവ്യൂ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ അതിനേക്കാൾ വലിയ സന്തോഷം അയാൾക്ക് എന്താ കിട്ടാനുള്ളത്? ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അപ്പോ നമുക്ക് അത്ഭുതം കാണുക എന്നുള്ളത് നമ്മുടെ കൽബിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല സംഗതികൾ ഉണ്ടാവും. ഇനി മക്കളെ കെട്ടിക്കാനുള്ളവരാണെങ്കിൽ അവരിങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്ന സമയത്ത് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ഹൈറായ പയ്യൻ എന്ത് ചെയ്താ നമ്മുടെ മകളെ കല്യാണം ആലോചിച്ചു, ആ വിവാഹം നടന്നു കിട്ടിയാൽ അതിനേക്കാൾ വലിയ സന്തോഷം ആ ഉപ്പാക്കും ഉമ്മാക്കും എന്താ ഉള്ളത്? അപ്പൊ അത്ഭുതം കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാ? ഈ 90 ദിവസം ഒന്ന് മെനക്കിടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ. ഇനി പലരും വിഷമം പറയുന്നതാണ് കളഞ്ഞുപോയ സംഗതി. അതെ, 5 പവന്റെ മാല കളഞ്ഞുപോയി,
സാറേ എന്റെ കമ്മല് കളഞ്ഞുപോയി, പാദസരം കളഞ്ഞുപോയി, അല്ലെങ്കിൽ എന്ത് ചെയ്യാ എന്റെ പേഴ്സ് ഇത്ര പൈസ അടങ്ങിയ പേഴ്സ് കളഞ്ഞുപോയി, തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, വേറെ ഒരു വഴിയില്ലാതെ നടക്കുന്ന സമയത്താണ് ഇത് നഷ്ടപ്പെട്ടു പോയത്, സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണിപ്പോ, കൂടിക്കൂടി വരികയാണ്, അപ്പൊ അത് ആ സ്വർണം നഷ്ടപ്പെട്ടു പോയാൽ വലിയ നഷ്ടമാണ് എന്നൊക്കെ കരുതി പറഞ്ഞ് എന്ത് ചെയ്യാം, ഇങ്ങനെ സങ്കടം പറയാം. എത്രയോ ആളുകൾ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തവരുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു പരിഹാര മാർഗമാണ് യാ ഹലീമു എന്ന് ചെല്ലാൻ അറിയില്ലേ, യാ ഹലീമു യാ ഹലീമു യാ അള്ളാഹ് ചൊല്ലിക്കോളി. എല്ലാ നിസ്കാര ശേഷം 88 തവണ വീതം, എല്ലാ നിസ്കാര ശേഷവും 88 തവണ വീതം യാ ഹലീമു എന്ന ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ ദുആയിരക്കാം, അള്ളാഹുനോട് ചോദിക്കുക. ചെല്ലി മാത്രം പോയാൽ മതിയല്ല, മറിച്ച് എന്ത് ചെയ്യുക, അള്ളാഹുനോട് ചോദിക്കുക, അള്ളാഹുവെ എന്റെ കളഞ്ഞു പോയ സംഗതി ഇന്നത് കിട്ടണം, എനിക്ക് തിരിച്ചു കിട്ടണം. എന്ത് ചെയ്യാം, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാം 88 തവണ വീതം യാ ഹലീമു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ് എന്ന് ചൊല്ലി എല്ലാ നിസ്കാര ശേഷം മുടക്കാതെ ഇന്ന് മുതൽ തുടങ്ങിക്കോ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ മനസ്സിലായില്ലേ, നിസ്കാരം മുടക്കാൻ പാടില്ല. നിസ്കരിക്കാതിരിക്കുക, എന്നിട്ട് അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചൊല്ലുക. കിട്ടിയത് തന്നെ. പലർക്കും ഉള്ള ഒരു വിഷയം അതാണ്. ഇത് ചിലപ്പോ പരിഹാരമൊക്കെ പറഞ്ഞു കൊടുക്കും, അവരെന്ത് ചെയ്യും, ഖുർആൻ ഇങ്ങനെ കുത്തിയിരുന്ന് ഓതാൻ പറഞ്ഞ സൂറത്ത്, അതുപോലെ ചെല്ലാൻ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ കുത്തിയിരുന്ന് ചെല്ലും. പക്ഷെ അന്നത്തെ സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ളുഹറും അസ്റും മഗ്‌രിബും ഇശാ ഒന്നും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ കളാക്കിയിട്ട് കുത്തിയിരുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാ, ദിക്ർ ചൊല്ലുക. അള്ളാഹു അതൊക്കെ അങ്ങോട്ട് ചുരുട്ടി കൂട്ടിയിട്ട് മുഖത്തേക്ക് ചെയ്യും. നമ്മൾ ഈ പറയുന്ന ഏത് അമല് സ്വീകരിക്കണമെങ്കിലും, ഏത് അമല് കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടണമെങ്കിലും ശരി, നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. ചെയ്യാൻ കൽപ്പിച്ച ഫർളായ സംഗതികൾ അത് കൃത്യമായി അനുഷ്ഠിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല. ഇനി ആരൊക്കെ തലകുത്തി പറഞ്ഞാലും ശരി, എത്ര കിടങ്ങേറായെന്ന് പറഞ്ഞാലും ശരി, എന്ത് ചെയ്യാൻ പറ്റൂല. ഫറളുകൾ നമുക്ക് നിർബന്ധമാക്കിയ സംഗതികൾ ഒഴിവാക്കിയിട്ട് ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അത് ഏൽക്കൂല, അത് അള്ളാഹു അതിന് പരിഹാരം തരൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ, എല്ലാ നിസ്കാര ശേഷവും സുബഹിക്ക് ശേഷം, ളുഹറിന് ശേഷം, അസ്റിന് ശേഷം, മഗ്‌രിബിന് ശേഷം, ഇശാഇന് ശേഷം എന്ത് ചെയ്യാ, 88 തവണ വീതം യാ ഹലീമു യാ അല്ലാഹ് എന്ന് 88 തവണ വീതം ചൊല്ലിയിട്ട് അള്ളാഹുനോട് പറയാം, അള്ളാഹു എനിക്ക് ഇന്നാലിന്റെ സംഗതി കളഞ്ഞു പോയിട്ടുണ്ട്, നിനക്കറിയാം എവിടെയാണുള്ളത് എന്ന്, നീ എനിക്കത് തിരിച്ചു തരണേ അള്ളാഹ്. ഇനി അത് തിരിച്ചു തരാൻ കിട്ടാൻ പറ്റാത്ത രൂപത്തിൽ എന്ത് ചെയ്തു, ഇപ്പൊ സ്വർണം ഒരാൾ കൊണ്ട് പണയം വെച്ചു, കിട്ടിയ ആളത് കൊണ്ട് എന്ത് ചെയ്തു, ഉരുക്കി റെഡിയാക്കി എടുത്തു, വിറ്റ് കഴിഞ്ഞു റെഡിയാക്കി. ഇനി അതുപോലെ തിരിച്ചിട്ടാൻ വകുപ്പില്ലല്ലോ. അപ്പൊ അള്ളാഹുവിനെ അറിയാം ഇതിന് പകരം നൽകാൻ. അപ്പൊ അള്ളാഹുവെ അതിന് പകരമായി അതിനേക്കാൾ ഹൈറായ നീ നൽകണേ, ഇത് പറയാനും പറ്റും, ഇതും നമുക്ക് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി സമ്പത്ത് എന്ത് ചെയ്യാ, പൈസ കിട്ടി, പൈസ അടങ്ങിയ പേഴ്സ് ഒരാൾക്ക് കിട്ടി, അയാളെ നിർത്തി ചെലവാക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ തിരിച്ചിട്ടാ. അപ്പൊ അതിനേക്കാൾ ഹൈറായത് അള്ളാഹു എന്ന് എനിക്ക് നൽകണേ എന്ന് ദുആരക്ക. അപ്പൊ ഇതിനേക്കാൾ വിലയുള്ളത്, മൂല്യമുള്ളത് അള്ളാഹു നമ്മളിലേക്ക് അടുപ്പിച്ചു നൽകും. എന്ത് ചെയ്താ 88 തവണ മുടങ്ങാൻ വെച്ചില്ല കേട്ടോ. ഇനി ചിലർക്കുള്ള, പല ആളുകൾക്കുള്ള ഒരു വിഷയം പറയുന്നുണ്ട്, മുൻകോപം. ഭർത്താവിന്റെ മുൻകോപമാകട്ടെ, ഭാര്യയുടെ എടുത്തിയാട്ടമാകട്ടെ, മാതാപിതാക്കളിലാകട്ടെ, മക്കളുടേതാകട്ടെ, ജോലി ചെയ്യുന്നിടത്ത് ബോസിന്റേതാകട്ടെ, ഇല്ലേ, മുതലാളി എപ്പോഴും ചാട്ടമാണ്. അങ്ങനെയുള്ള അടുത്തൊരു പരിഹാര മാർഗമുണ്ട്, മഹാന്മാർ പറഞ്ഞിരുന്നുണ്ട്. അവരുടെ മുൻകോപം കുറയ്ക്കാനും അവർക്ക് സ്നേഹം കൂടുതലാക്കി തരാനും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ മനസ്സിലൊരു എളിമ, അവരുടെ മനസ്സിലൊരു മഹബത്ത് നമ്മളോട് ഇട്ട് തരാനൊക്കെ കാരണമാകുന്ന ഒരു ഇസ്മ കൂടിയാണ് യാ ഹലീം എന്ന ഇസ്മ. യാ ഹലീം എന്ന ഇസ്മ ഒരു തവണ എന്ത് ചെയ്യാ, ഒരു പാത്രത്തിൽ, നമ്മുടെ ഈ പിഞ്ഞാണമൊക്കെ അറിയാം, പിഞ്ഞാണത്തിലോ അല്ലെങ്കിൽ നമുക്ക് മഷി കലക്കിയെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ എന്ത് ചെയ്യാ, പറ്റുമെങ്കിൽ ഈ കുങ്കുമം കൊണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാ, പിഞ്ഞാണത്തിൽ എഴുതുന്ന നമുക്ക് കറുത്ത മഷി കിട്ടും, പിഞ്ഞാണത്തിൽ എഴുതുന്ന. ഇനി അതൊന്നുമില്ല, കുങ്കുമവും ഇല്ല, പിഞ്ഞാണത്തിൽ എഴുതുന്ന മഷിയും ഇല്ല, എന്നാ എന്ത് ചെയ്യാ, തേൻ ഉണ്ടാവുമല്ലോ, തേൻ മുക്കി എഴുതിയാലും മതി. യാ ഹലീമു എന്ന് ഒരു ചെറിയ പാത്രത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാ, യാ ഹലീമു എന്ന് എന്ത് ചെയ്യാ, എഴുതിയതിനു ശേഷം അതൊരല്പം വെള്ളം കൊണ്ട് എന്ത് ചെയ്യാ, ഒന്ന് കഴുകുക. ആ പാത്രം ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകുക. ആ വെള്ളം എന്ത് ചെയ്യാ, ഈ ആരാണോ നമുക്ക് അവരുടെ മുൻകോപം കുറയ്ക്കണമെന്നാണ്, ഇപ്പൊ സ്വന്തമായിട്ടാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് അത് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അങ്ങനെ തന്നെ കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ ഈ വസ്തുക്കളുടെയൊക്കെ ഒരു ചൊവ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യത. ഇപ്പൊ തേനിട്ട വെള്ളമാണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പൊ ഈ കൊടുക്കുന്ന ആൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ കുടിച്ചോന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, മഷിയുടെ ചെറിയൊരു കലപ്പ് അത്ര ആ ചെറിയ കുറഞ്ഞ വെള്ളത്തിലുണ്ടാവും. എന്നാലും കുറെ വെള്ളത്തിൽ ഒഴിച്ചാലോ അത്ര ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നൂല. അപ്പൊ എന്ത് ചെയ്യാ, കലക്കുമ്പോ കുറഞ്ഞ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാ, കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാ, അത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ സ്വന്തമായി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മുടെ മുൻകോപം ചാട്ടം ഉണ്ടായിരുന്ന സ്വഭാവം മാറിയിട്ട്
റാഹത്തുള്ള ഒരു സ്വഭാവം കൈവരും. ഇനി നമ്മൾ മറ്റുള്ളവരെ ഭർത്താവിന്റെ സ്വഭാവം മാറണം, ഭാര്യയുടെ സ്വഭാവം മാറണം, മക്കളുടെ സ്വഭാവം മാറണം, ഇതാണ് ആഗ്രഹിക്കുന്നതിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് എന്ത് ചെയ്യുക, അത് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയും മുൻകോപം എന്ത് ചെയ്യും, കുറച്ച് തരും. ഇനി നമ്മുടെ യജമാനൻ ബോസിന്റെ ആണെങ്കിൽ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കാം. ഇങ്ങനെ അയാളും എന്ത് ചെയ്യും, ശാന്തരാകും. ഹലീം, സഹനതയുള്ളവൻ എന്നാണ് അർത്ഥം അള്ളാഹുവിന്റെ. അപ്പം സഹനതയുള്ള ഒരു മനോഭാവം അള്ളാഹു അവർക്ക് ഇട്ടുകൊടുക്കും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളൊക്കെ പേടിക്കുന്ന ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് ചെയ്യുക, വീടിന്റെ പരിസരങ്ങളിലേക്ക്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ പാമ്പ് കയറി വരിക, വിഷജന്തുക്കൾ കയറി വരിക. അതുപോലെ എന്ത് ചെയ്യുക, വീടിന്റെ പരിസരങ്ങളിൽ ഇപ്പൊ കാടിന്റെയൊക്കെ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകുക. ഇനി നാട്ടിൽ തന്നെയാണെങ്കിൽ പേപ്പട്ടി പോലത്തെ ജീവികളുടെ ശല്യം ഉണ്ടാകുക. ഇങ്ങനെ തുടങ്ങി നമ്മെ ഉപദ്രവിക്കുന്ന, നമ്മളെ ഇടങ്ങേറാക്കുന്ന ചില ജീവജാലങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ, അക്കൂട്ടത്തിൽ കള്ളന്മാരുടെ ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെ, കള്ളന്മാര്, കൊള്ളക്കാര്, അങ്ങനെയുള്ള ആളുകൾ, നമ്മെ ഇടങ്ങേറാക്കുന്ന, നമ്മെ ഉപദ്രവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു മാർഗവും മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. യാ ഹലീമു എന്ന ഇസ്മ 101 തവണ എല്ലാ ദിവസവും ദായിമാക്കാം. എല്ലാ ദിവസവും മുടങ്ങാതില്ല. നമ്മുടെ വീട്ടിൽ ഈ ഒരു ഇസ്മ പതിവാക്കുന്ന വീടാണ് എങ്കിൽ ആ വീട്ടിലേക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതാരായിക്കോട്ടെ, ഉമ്മയായിക്കോട്ടെ, വാപ്പയായിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ പതിവാക്കുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇടങ്ങേറുകളൊന്നും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, വീട്ടിലേക്ക് കടന്നു വരൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക, വീട്ടിൽ ഇഴജന്തുക്കൾ കയറുന്ന ശല്യമുള്ളെങ്കിൽ അവരെ വീട്ടിൽ യാ ഹലീമു യാ അല്ലാ, യാ ഹലീമു യാ അല്ലാ 101 തവണ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത്, സുബൈക്ക് ശേഷോ മഗ്‌രിബിന് ശേഷോ ഇശാന് ശേഷോ എപ്പോഴാണോ പറ്റുന്നത്, ഏതാണോ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കാവൽ നൽകും. പിടിമൃഗങ്ങളിൽ നിന്നും, അതുപോലെ ഇഴജന്തുക്കളിൽ നിന്നും, വിഷജന്തുക്കളിൽ നിന്നൊക്കെ അള്ളാഹു എന്ത് ചെയ്യും. അതുപോലെ ശൈത്താന്മാരുടെ കൂട്ടത്തിൽ നിന്നും, അതുപോലെ ഇൻസാനിയായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകും. ശൈത്താന്മാര്, ഈ കള്ളന്മാരെ, കൊള്ളക്കാരെന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ റൂഹെടുക്കാൻ, ആളുകളുടെ ജീവൻ എടുക്കാൻ ഒരു മടിയില്ലാത്ത ടീമുകളാണ്. ആളുകളുടെ സമ്പത്ത് അപഹരിക്കുന്നതോടൊപ്പം അവരെ പിടിക്കപ്പെടുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യുക, ജീവനൂടെ എടുത്തുകൊണ്ട് പോകാൻ ഒരു മടിയും കാണിക്കാത്ത ടീമാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ ഷെറിൽ നിന്നൊക്കെ കാവൽ തേടൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി, 101 തവണ യാ ഹലീം എന്ന ദിക്ർ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഇസ്മ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് കണ്ട് ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മളുടെ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.